ശ്രീ ഗിരീഷ് കൃത്യമായിട്ട് പറയുന്നു ഇടതുമുന്നണിക്ക് 110 സീറ്റ് കിട്ടുമെന്ന്. ശ്രീ രാധാകൃഷ്ണൻ അഴിമതി രഹിത ഭരണം, അതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അത്ഭുതകരമായിട്ടുള്ള വികസനം കേരളത്തിൽ നടന്നു എന്നുള്ളതാണ് അവകാശവാദം. NDAയുടെ പ്രതീക്ഷ എന്താണ്? NDAയുടെ പ്രതീക്ഷ പറയുന്നതിന് മുമ്പ് ഗിരീഷ് പറഞ്ഞൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. തമാശയാണ്. OP ടിക്കറ്റിൻ്റെ വർധനവ് പറഞ്ഞു, അതിന് മുമ്പ് ആരോഗ്യ രംഗത്തിൻ്റെ മെച്ചവും പറഞ്ഞു. രണ്ടും കൂടി യോജിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ആരോഗ്യരംഗം മെച്ചപ്പെട്ടാൽ OP ടിക്കറ്റ് വർദ്ധിക്കില്ലല്ലോ. അതേതായാലും നോക്കട്ടെ. NDAയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ 7 സീറ്റ് ഉണ്ടായിരുന്ന BJP ഇപ്പോൾ 13 സീറ്റിലേക്ക് ജയിച്ചിട്ടുണ്ട്. കോഴിക്കോട് നോർത്തിൽ 7 കൗൺസിലർമാരുണ്ട്, 8 സ്ഥലത്ത് 2ാം സ്ഥാനത്താണ്. കോഴിക്കോട് സൗത്തിൽ 6 കൗൺസിലർമാരുണ്ട്, വേപ്പൂരിൽ 1 കൗൺസിലറുണ്ട്. കോർപ്പറേഷനിലെ വോട്ടിംഗ് വർധനവിൽ BJP നിരന്തരം വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് കോഴിക്കോട്, പ്രത്യേകിച്ച് കോഴിക്കോട് നോർത്തും സൗത്തും ഒക്കെ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഇവിടെ BJPക്ക് സ്ഥിരമായൊരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. ലോകസഭയിലായാലും നിയമസഭയിലായാലും പഞ്ചായത്തിലായാലും BJPക്ക് ഒരു ശക്തമായ ഉറവിടമുള്ള മണ്ണാണ് കോഴിക്കോട്. അത് കോഴിക്കോട് നോർത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വരികയാണ്. 1957 തെരഞ്ഞെടുപ്പിലാണ് ഒരു വനിത കോഴിക്കോട് നിന്ന് MLA ആയത്, OT ശാരദാകൃഷ്ണൻ. ഈ 67 വർഷങ്ങൾക്കിപ്പുറം ശക്തയായ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കോഴിക്കോട് നിർത്തിയിട്ടുണ്ട്. ശക്തയായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പോരാ, 3 വട്ടം ഒരേ വാർഡിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജയിച്ചു വന്നിട്ടുള്ള ഒരു വനിത, നവ്യ ഹൈദാസ്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ അവരുടെ കഴിവിനെക്കുറിച്ച് മനസ്സിലാക്കിയതാണ്. ആ നോർത്ത് സീറ്റ് ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട്. 10-35,000 വോട്ട് ഞങ്ങൾക്കുണ്ട്. അവിടെ അന്തരീക്ഷം അങ്ങനെയാണ്. 7 കൗൺസിലർമാരുണ്ട്, 8 സ്ഥലത്ത് 2ാം സ്ഥാനമാണ്. അതാണ് കോഴിക്കോട് സൗത്തിൽ ഇപ്പോൾ റെനീഷാണ് സ്ഥാനാർത്ഥി, യുവാവാണ്. റെനീഷിൻ്റെ പ്രത്യേകത നമുക്കറിയാം. 45 കൊല്ലമായി മാർക്സിസ്റ്റ് പാർട്ടി അടക്കി വച്ചിരുന്ന പൊറ്റമ്മൽ വാർഡ്, മേയറെ സംഭാവന ചെയ്യുന്ന വാർഡ്, മാർക്സിസ്റ്റ് പാർട്ടിയെ അടിച്ച് തകർത്തിട്ടാണ് റെനീഷ് സൗത്ത് മണ്ഡലത്തിൽ ഈ പൊറ്റമ്മൽ വാർഡ് ജയിച്ചിട്ടുള്ളത്. ആ റെനീഷ് പുതിയ വാർഡ് പിടിച്ചെടുത്തതാണ്, ഇപ്പോൾ പൊറ്റമ്മൽ വാർഡ് പിടിച്ചെടുത്തതാണ്. റെനീഷും വിജയം ആവർത്തിക്കും കോഴിക്കോട് സൗത്തിൽ നിന്ന്. അപ്പുറത്ത് ബേപ്പൂരിൽ ഇപ്പോൾ ജില്ലയുടെ അധ്യക്ഷനാണ് പ്രകാശ് ബാബു, പരിചയസമ്പന്നനാണ്. അവിടെ നടക്കുന്ന മത്സരത്തിൽ ബേപ്പൂരിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ നമുക്കറിയാം. അത് വയ്യെ പറയുമ്പോൾ നമുക്ക് നോക്കാം. ആ രംഗത്ത് നോക്കുമ്പോൾ കോഴിക്കോട് BJP വളരെയധികം പ്രതീക്ഷ വെച്ച് വളർത്തുന്നു. 1-2 MLAമാരെ ജയിപ്പിക്കാൻ ഞങ്ങൾ സാധിക്കുമെന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. ഓക്കെ, ശ്രീ ഗിരീഷ് പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന അത് ചർച്ച ചെയ്യും. വിശിഷ്യ ചൂരൽമല ദുരന്ത ബാധിതർക്ക് കേന്ദ്ര സഹായം എത്തിച്ചില്ല എന്നൊരു ആക്ഷേപം പൊതുവെ ജനസഭയിൽ ഉയർന്നു വന്ന ഒരു വികാരം അത് തന്നെയാണ്. അതിന് കൂടി ഒരു മറുപടി. കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടിയില്ല എന്ന് ഗിരീഷ് പറഞ്ഞതായാൽ നന്നായി. ഈ മണ്ഡലത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അവിടെ 200 കോടി ചെലവഴിച്ച ഒരു PMSSY ഹോസ്പിറ്റലിൽ അവിടെ ഉണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി. അതിനു മുമ്പ് 100-ലധികം കോടി ഉറുപ്പിക ചെലവാക്കി ഉണ്ടാക്കിയ ലാബുണ്ട്. കുറേ കാലം വെയിലത്ത് കിടന്നു, ഇപ്പോൾ നടക്കുന്നുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. ഈ കോഴിക്കോട്ടെ സെൻട്രൽ മാർക്കറ്റ്, ഫിഷറി സെൻട്രൽ മാർക്കറ്റ് 52 കോടിയാണ് നമ്മുടെ കേരളത്തിലെ മന്ത്രി ജോർജ് കുര്യൻ പാസ്സാക്കിയത്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി എന്നും വലിയ ആണയിട്ട് പറയുന്ന ഒരു സാധനമാണ് ഫുഡ് കോർട്ട് സ്ഥാപിച്ചു. 3 കോടി ഉറുപ്പികയാണ് ചിലവ്. അതിന് 2 കോടി 7 ലക്ഷം ഉറുപ്പിക കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ രംഗത്ത് അമൃത് നഗരം പദ്ധതി അനുസരിച്ച് കോഴിക്കോട് ചിലവാക്കിയിട്ടുള്ള പണത്തിൻ്റെ ധാരാളം കണക്കുകളുണ്ട്. അത് എണ്ണിയാൽ തീരാത്ത അത്രയും പറയാനുണ്ട്. അവിടെ ലയൺസ് പാർക്ക് ഉണ്ട്, ബീച്ചിൽ. ലയൺസ് പാർക്ക് പൊട്ടിപ്പൊളി കിടക്കുന്നത്. ലയൺസ് പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പൊട്ടിയ തലയുള്ള ലയൺ മാത്രമേ ഉള്ളൂ. ഞാൻ വെള്ളക്കാരനാണ്. ആ ലയൺസ് പാർക്ക് നവീകരിക്കാനും കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട്ടെ ഏറ്റവും പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ കുതിരവട്ടം ഹോസ്പിറ്റൽ, അത് നവീകരിക്കാൻ 20 കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ രംഗത്തും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യെത്തുണ്ട്. ആരോഗ്യ രംഗത്തും മറ്റെല്ലാ രംഗത്തും കേന്ദ്ര സർക്കാർ കൈയയച്ച് ഈ കോഴിക്കോടിനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചൂരൽമലയെ സംബന്ധിച്ച് ഞാൻ പറയുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എങ്ങനെ ഉപയോഗം ചെയ്യണമെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. കേന്ദ്രം നേരിട്ട് പ്രഖ്യാപിച്ചില്ല എന്നാണ് പറയുന്നത്. പിരിച്ച പൈസത്തിലാണ് ഗിരീഷ് മറുപടി വരുന്നത്. 700 ചില്ലാനം കോടി ഉറുപ്പിക പിരിച്ചിട്ടുണ്ട്. അവിടെ ഉള്ള 400 കുടുംബങ്ങൾക്ക് 10 കോടി വെച്ച് കൊടുത്താൽ അതിനേക്കാളും പൈസ ഉണ്ട്, അത് കയ്യിലുണ്ട്. അവിടെ ഇപ്പോൾ വീടുണ്ടാക്കി, ടൗൺഷിപ്പ് ഉണ്ടാക്കി. എനിക്ക് അത്ര വലിയ കണക്കിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയില്ല. എങ്കിലും
ഞാൻ മനസ്സിലാക്കിയ ഒരു പൊതു ആളെ നിലക്ക് ചോദിക്കുക, 700 ചില്ലാനം കോടി പൊതുജനങ്ങൾ പിരിച്ച് സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ദുരന്തം സംഭവിച്ച 400 ചില്ലാനം കുടുംബങ്ങളുണ്ട്. ആ ഓരോ കുടുംബത്തിനും 10 കോടി വെച്ച് കൊടുക്കാമല്ലോ, അല്ലേ? അല്ല, എത്ര ലക്ഷം കൊടുക്കുക? അത്രയും കൊടുക്കാം. അത്രയും വലിയൊരു പദ്ധതി ഉണ്ടായിട്ട് ഇവർ ഇപ്പോൾ വലിയ സംവാദം ഉണ്ടാക്കുന്നത് കോൺഗ്രസ്സുകാരായിട്ട് പറഞ്ഞു. അവർ കർണാടകത്തിൽ നിന്നുള്ള വീടും 20 ലക്ഷത്തിൻ്റെ വീടുകളാണ്. 20 ലക്ഷത്തിൻ്റെ വീടുകൾ കോൺഗ്രസും കുറേ വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീട് കൊടുത്തോന്നും എനിക്കറിയില്ല. ഇവർ ഈ പറയുന്നത് ഒരു വലിയ മേന്മയൊന്നുമല്ല ചൂരൽമലയിൽ. അതിനേക്കാൾ 10 ഇരട്ടി പണം അവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്നും മാത്രം പറയാൻ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് BJP സർക്കാരുകൾ കൊടുത്തത് 80 കോടിയോളം ഉറുപ്പിക ഈ ഫണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടി ഞാൻ സൂചിപ്പിക്കുക. ഓക്കെ വിനോദ്,